ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് പറയാൻ പോണത് ഡഗ് ലിമാനെ സംവിധാനം ചെയ്ത ഒരു ഇംഗ്ലീഷ് മൂവിയാണ് റോഡ് ഹൗസ് എന്ന് പറഞ്ഞത്. പണ്ടത്തെ ഒരു ഇംഗ്ലീഷ് മൂവിയുടെ റീമേക്കാണ് സംഭവം. ഇതിലെന്ന് പറയുന്ന നായകൻ എന്ന് പറയുന്നത് ജാക്ക് ജില്ലൻ ഹാളാണ്. ഈ ജാക്ക് ജില്ലൻ ഹാളിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ പുള്ളിയുടെ ഒരു സിനിമ നൈറ്റ് കോളർ, ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ പോയി കാണുമ്പോൾ നമ്മൾ അങ്ങനെ വെറുത്തു എന്ന് പറഞ്ഞാൽ അമ്മാതിരി ആക്ടിങ്ങാണ്. പക്ഷേ ഇതിൽ കാണുമ്പോൾ നമ്മൾ ആ മനുഷ്യൻ തന്നെയാണെന്നങ്ങ് ഞെട്ടിപ്പോവും. കാരണം ഒരു ട്രാൻസ്ഫർമേഷനും ബോഡിയൊക്കെ ബിൽഡ് ചെയ്ത് ട്രാൻസ്ഫർമേഷൻ, ആ ഒരു ക്യാരക്ടറും നമ്മളെ ഇഷ്ടപ്പെട്ടു. ഒരു കാമായിട്ടുള്ളൊരു ക്യാരക്ടർ. മറ്റാണെങ്കിൽ നമ്മൾ കാണുമ്പോൾ തന്നെ കവാലപ്പളക്കം ഒരു ആടി മുന്നേ കിട്ടുകയാണെങ്കിൽ ആ നൈറ്റ് കളർ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോവും കൊടുക്കാനായിട്ട്. പക്ഷേ ഇതിലെന്ന് പറഞ്ഞാൽ എന്ത് ഡീസൻ്റായിട്ടാണ് എങ്ങനെ അയാൾ ബിഹേവ് ചെയ്യണത്, ഒരു രക്ഷയില്ല. അതാണ് ഒരു നായകനല്ല, ഒരു ആക്ടറിൻ്റെ കഴിവെന്ന് പറയണത്. സിനിമയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ആൾ ആ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പുള്ളിനെ സമ്മതിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ്. പുള്ളിയുടെ ഒരുപാട് മൂവീസുണ്ട്. എല്ലാം ഒന്നിനൊന്നിന് വ്യത്യസ്തമാണ്, മികച്ചൊരു മൂവീസുമാണ്. അപ്പോൾ ഈ സിനിമയായിട്ട് വരികയാണെങ്കിൽ ഈ സംഭവം എന്ന് പറയണത്, ഇതിൽ ഫസ്റ്റ് ഒരു പെണ്ണും പിള്ളയാണെങ്കിൽ കയറി വരും ഒരു ഫൈറ്റ് നടക്കുന്ന സ്ഥലത്തോട്ട്. വന്നിട്ട് പുള്ളിക്കാരത്തി എന്ത് ചെയ്യുന്ന അറിയാമോ, അവിടെ നിന്നുള്ള മറ്റേ ഇങ്ങനെ എടുത്ത് ചോദിക്കും, മാനേജറിൻ്റെ അടുത്ത്, ഡേയ് ഇവിടെ മറ്റേ ഒരു കാർട്ടൺ എന്ന് പറഞ്ഞാൽ ആരുടെ ഉള്ളതെന്ന് ചോദിക്കും. അപ്പോൾ അവർ റിങ്ങിൽ മറ്റേ ക്യാച്ച് ഫൈറ്റാണ്. അപ്പോൾ ആ റിങ്ങിലോട്ട് ചൂണ്ടിക്കാണിയിട്ട് അങ്ങനെ പറയും, അതിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുത്തനാണ് കാർട്ടൻ എന്ന് പറയാം. അപ്പോൾ അവൾ ചോദിക്കും, ഇതിലേത് ഇടി കൊള്ളണേനാ അത് ഇടി കൊടുക്കണേനാണ് കാർട്ടൻ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങേര് പറയും, ഇടി കൊടുക്കണവനാണ് കാർട്ടൻ എന്ന് പറയും. അപ്പോൾ അവൾക്കൊരു സമാധാനം, നെഞ്ചിലെ കല്ലൊക്കെ അങ്ങ് ഇറങ്ങും. അപ്പോൾ അവളാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കാർട്ടൻ വരുന്നത് വരെ. അപ്പോൾ കാർട്ടൻ ഇങ്ങനെ ഇടിച്ച് മാറ്റവനെ ഇഞ്ച പരിവാക്കി എടുത്ത് തൂരെ കളഞ്ഞതിന് ശേഷം അവനാണെങ്കിൽ വെല്ലുവിളിക്കും, ഇനി ആരെങ്കിലും കൊണ്ടാടാ ഇവിടെ ഇടിക്കാനായിട്ട്, എൻ്റെ അടുത്ത് ഇടിക്കാനായിട്ട് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അന്നേരമാണ് ഒരുത്തൻ അങ്ങ് കയറി വരും, കേജൊക്കെ തുറന്ന് കയറി വന്നിട്ട് അവിടെ കയറി അങ്ങ് ഇരിക്കും. പുള്ളിനെ കാണുമ്പോൾ കാർട്ടനൊരു ഡൗട്ട് അടിക്കും, ഇതാരുടെ ഇതെന്ന്. പുള്ളിക്ക് അപ്പോൾ മനസ്സിലാവും ഇതാരാണെന്ന്. പണ്ടത്തെ ഒരു UFC ഫൈറ്ററാണ് അങ്ങേര്, പേര് ഡാൾട്ടൻ, ഇവിടുത്തെ കഥയിലെ നായകൻ. അപ്പോൾ തന്നെ കാർട്ടൻ പറയും, ഞാൻ ഇല്ലെണ്ണാ ഫൈറ്റ് ചെയ്യാൻ, ഞാൻ പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. അപ്പോൾ ഒരടി പോലും അടിക്കാതെ ഇങ്ങേരാണെങ്കിൽ ഇവന്മാരാണെങ്കിൽ എന്ത് ചെയ്യും, പൈസയൊക്കെ കൊണ്ട് ഇയാൾക്ക് കൊണ്ട് കൊടുക്കും, ഡാൾട്ടൻ കൊണ്ട് കൊടുക്കും. ഡാൾട്ടൻ ജയിച്ചതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഡാൾട്ടൻ പുറത്തിറങ്ങുമ്പോൾ അവൾ വിചാരിക്കും ഡാൾട്ടൻ കിടില സംഭവം തന്നെ. അല്ലെങ്കിൽ കാർട്ടനാണെങ്കിൽ ഡാൾട്ടൻ്റെ അടുത്ത് അടിക്കണ്ടേ, അവളാണെങ്കിൽ നേരെ ഡാൾട്ടൻ്റെ അടുത്തിട്ട് നടക്കും. ഇതിനിടയ്ക്കാണെങ്കിൽ കാർട്ടനാണെങ്കിൽ വന്നിട്ട് ഡാൾട്ടനെ വിളിക്കും, ഡാൾട്ടൻ നില്ലട എന്ന് പറഞ്ഞിട്ട് കാർട്ടനാണെങ്കിൽ ഓടി വന്നിട്ട് ഒരു കത്തി എടുത്ത് ഒറ്റ കുത്ത് ഡാൾട്ടൻ്റെ വയറ്റത്തോട്ട്. എന്നിട്ട് അവൻ അങ്ങ് ഓടിപ്പോകും. അന്നേരമാണ് ഇവരാണെങ്കിൽ വരുമ്പോഴാണ് ഇവൻ ഈ വയറ്റത്ത് തുളയൊക്കെ വീണ് കിടക്കുന്നത്. അപ്പോൾ അവൻ പറയും, കുഴപ്പമില്ല, എൻ്റെ തെറ്റാണ്, അവൻ വരണം ഞാൻ കണ്ടില്ല കത്തിയും കൊണ്ട്, അതുകൊണ്ടാണ് അവൻ ഒന്ന് കൊത്തിയിട്ട് പോയെന്ന് പറയും. അപ്പോൾ അവൾ പറയും സഹായിക്കാമെന്ന് പറയും. അങ്ങനെ ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുക്കും. അപ്പോൾ അവളാണെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിക്കും, നമുക്ക് ആശുപത്രിയിലോട്ടൊക്കെ പോയാലോ എന്ന് ചോദിക്കും. അപ്പം അവൻ പറയും, പറ്റത്തില്ല, ആശുപത്രിയിലോട്ടൊന്നും പോകണ്ടെന്ന് പറയും. അപ്പം അവൾ വന്ന കാര്യം പറയും, ഞാൻ റോഡ് ഹൗസ് എന്ന് പറഞ്ഞൊരു പബ്ബ് നടത്തുകയാണ്, ഒരു ഹോട്ടൽ നടത്തുകയാണ്. അവിടെ കുറേ അലവലത് കാവറക്കളൊന്ന് എന്നും പ്രശ്നം തന്നെ, അടി ഇടി, അവന്മാരെ ഒന്നും നിയന്ത്രിക്കാൻ പറ്റത്തില്ല. നിങ്ങളെ അവിടെ ബൗൺസറായിട്ട് വരികയാണെങ്കിൽ നല്ല പൈസ തരാമെന്ന് പറയും. എന്നിട്ട് നല്ല ഓഫർ കൊടുക്കും, നല്ലൊരു എമൗണ്ട് കൊടുക്കും. അപ്പോൾ ഇവൻ പറയും, ഇല്ല ഞാൻ വരണില്ലെന്ന് പറയും, എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറയും. ചുമ്മാ ജാട ഇറക്കിയത്. എന്നിട്ട് അവനാണെങ്കിൽ വണ്ടി കയറിയിരിക്കും. അപ്പോൾ ഇവളാണെങ്കിൽ എന്ത് ചെയ്യുന്ന ഒരു കാർഡ് കൊടുക്കും. എന്നിട്ട് പറയും, നിങ്ങൾക്ക് എങ്ങാനും മനസ്സ് മാറുകയാണെങ്കിൽ ഈ കാർഡ് കാണുന്ന നമ്പറിലോട്ട് വിളിച്ചിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് അവളങ്ങ് പോകും. അപ്പോൾ ഇവനാണെങ്കിൽ ജീവിതമൊക്കെ അങ്ങ് മടുത്തങ്ങ് പറ്റയ്ക്ക് മടുത്തിരിക്കുക. അപ്പോൾ ഇവനാണെങ്കിൽ കാറ് കയറി നേരെ അങ്ങ് റെയിൽവേ ട്രാക്കിൽ കൊണ്ട് വണ്ടി അങ്ങ് നിർത്തും. എന്നിട്ടാണെങ്കിൽ ട്രെയിൻ വന്ന് ഇടിച്ച് ചാവുമല്ലോ എന്നങ്ങ് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കും. പെട്ടെന്നാണെങ്കിൽ അവൻ വിചാരിക്കും കാർഡിലെടുത്ത് വിളിക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ കാർഡൊക്കെ കാണാം. അപ്പോൾ അവനാണെങ്കിൽ വിചാരിച്ച് എന്നാൽ പിന്നെ അവിടെ വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കുമ്പോൾ സ്റ്റാർട്ടാവണില്ല, പുല്ല് ഇതാ അടക്കണം. അങ്ങനെ എന്ത് ചെയ്യുന്ന അറിയാമോ, എങ്ങനെയൊക്കെയോ സ്റ്റാർട്ട് ചെയ്ത് പുറത്തിറങ്ങുമ്പോഴേക്കും ട്രെയിൻ വന്ന് ഇടിക്കും, ചെറുതായിട്ടൊന്ന് ഇടിക്കുമ്പോൾ വണ്ടി രണ്ട് കറക്കമൊക്കെ അങ്ങ് കറങ്ങും. അങ്ങനെ അവനാണെങ്കിൽ നേരെ റോഡ് ഹൗസിലോട്ട് പോകണം. അപ്പോൾ പോണ വഴിക്കാണെങ്കിൽ അവിടെ ഒരു ലൈബ്രറി ഉണ്ട്. ലൈബ്രറിയിൽ ഇങ്ങനെ ഇറങ്ങിയപ്പോഴായിരിക്കും അവിടെ ഒരു അച്ഛനും മോളുമാണ് ലൈബ്രറി നോക്കി നടത്തുന്നത്. അപ്പം മോളാണെങ്കിൽ ഒരു ടീനേജ് കുട്ടിയാണ്. പുള്ളിക്കാരത്തിയാണെങ്കിൽ നിഷ്കളങ്കമായ രീതിയിൽ അവൻ്റെ അടുത്ത് സംസാരിക്കുക. ആ തന്തപ്പൊടി അങ്ങനെയൊക്കെ തന്നെ ഭയങ്കര നിഷ്കളങ്കമായ രീതിയിലാണ് സംസാരിക്കുന്നത്. എന്നിട്ടൊരു ബുക്കൊക്കെ കൊടുക്കുക. നമുക്ക് ചില ആളുകളൊക്കെ കാണുമ്പോൾ പ്രത്യേക ഇഷ്ടം തോന്നില്ലേ, നല്ല നിഷ്കളങ്കരായ മനുഷ്യർ, ആരെയും ഉപദ്രവിക്കത്തില്ല, എന്നെ പോലെയൊക്കെ. അപ്പോൾ അങ്ങനെ ഉള്ള കുറച്ച് ടീംസാണ് അവർ. അങ്ങനെ അവനാണെങ്കിൽ നേരെ റോഡ് ഹൗസിലോട്ട് പോയിട്ട് ജോലി അങ്ങ് ഏറ്റെടുക്കും, സ്ഥാനം അങ്ങ് ഏറ്റെടുക്കും. അപ്പോൾ അവർ പറയും, നമുക്ക് റോഡ് ഹൗസിൽ നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കി തരാമെന്ന് പറയും. അപ്പോൾ അവൻ പറയും, വേണ്ട,
അവൻ പറയും അവിടെ ഒരു ബോട്ട് കിടപ്പുണ്ട്, അങ്ങനെ അവൻ അവിടെ ഒരു ബോട്ടിൽ താമസം ഉറപ്പിക്കുക, ആ ബോട്ട് അവൻ വാങ്ങാമെന്നൊക്കെ പറയും. അത് റോഡ് ഹൗസിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ബോട്ട് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ അവനാണെങ്കിൽ അതങ്ങ് അവൻ്റെ വീടാക്കും. അപ്പോൾ അവൾ പറയും അവിടെ നദിയിൽ ഇഷ്ടം പോലെ മുതലയൊക്കെ ഉണ്ട്, കുളിക്കാനൊന്നും ഇറങ്ങി കളയല്ലേ, അവസാന ഇറച്ചി കഷ്ണം പോലും തിരിച്ചു കിട്ടില്ലെന്ന് പറയും. അങ്ങനെ ഉപദേശമൊക്കെ കേട്ടിട്ട് അവിടെ ബൗൺസറായിട്ടുള്ള ജോലി ഏറ്റെടുക്കുക. അങ്ങനെ കുറേ ഇരിക്കുമ്പോഴാണ് ഒരുത്തൻ അങ്ങ് കയറി വരുന്നത്. നോക്കിയപ്പോൾ അവൻ്റെ കൂടെ കുറേ അമ്മമാരുമുണ്ട്. അവന്മാർ അലമ്പുണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവൻ വന്നിട്ട് ഇങ്ങനെ പറയും, ഡേ നമുക്കൊരു കാര്യം ചെയ്യാം, പുറത്തിറങ്ങി സംസാരിക്കടേ എന്ന് പറയും. അപ്പോൾ അവൻ പറയും അങ്ങനെ എനിക്ക് പുറത്തിറങ്ങണം താല്പര്യമില്ല, നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാമെന്ന് പറയും. അപ്പോൾ അവനാണെങ്കിൽ പറയും നിങ്ങൾ ബൈക്കല്ലേ അവിടെ പുറത്ത് പാർക്ക് ചെയ്തിരിക്കണമെന്ന് ചോദിക്കും, ഡാൾട്ടൻ ചോദിക്കും. എന്നിട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങി നടക്കും. അപ്പോൾ യുവന്മാരാണെങ്കിൽ മനസ്സിലാവും അവൻ ബൈക്ക് കത്തിക്കാനുള്ള പരിപാടിയാണെന്ന്. യുവന്മാർ ഇവൻ്റെ കൂടെ പിറകെ ഇറങ്ങിപ്പോവും. പിന്നെയെന്ന് പറഞ്ഞാൽ അപ്പം ഡാൾട്ടൻ ചോദിക്കും, എനിക്ക് നിങ്ങളുടെ അടുത്ത് അടി വയ്ക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇവിടെ അടുത്ത് ഹോസ്പിറ്റൽ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അയാൾ നേതാവ് ചോദിക്കും എന്തിനെന്ന് ചോദിക്കും, എന്തരടേ നിനക്കിപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ടതെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞാൽ എനിക്കല്ലടേ, ഇപ്പം ഞാൻ അടിച്ച് നിന്നെയൊക്കെ എടുത്തൊരു പറ്റയാക്കിയല്ലേ, നിന്നെ ഒന്നും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയില്ലെങ്കിൽ നീയൊക്കെ കാഞ്ഞു പോകുമെന്ന് പറയും. അപ്പോൾ അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അപ്പോഴേക്ക് വേറൊരുത്തവൻ വിളിച്ച് പറയും, അണ്ണാ 25 മിനിറ്റ് ഇവിടെ നിന്ന് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്ന് പറയും. അപ്പോൾ എന്നാൽ പിന്നെ തുടങ്ങാമല്ലെന്ന് പറഞ്ഞിട്ട് അടി തുടങ്ങും. അടി എന്ന് പറഞ്ഞാൽ നല്ല ക്ലാസ് അടിയാണ്, നല്ല പ്രൊഫഷണൽ ഫൈറ്റാണ്, UFC ഫൈറ്റാണ്. ഇടി, ബോക്സിങ്, ചവിട്ട്, തൊഴിയെല്ലാം. അങ്ങനെ കൂടുതലായിട്ട് എയറിൽ നിർത്തി കറക്കിയുള്ള അടിയൊന്നുമില്ല, മാന്യമായ രീതിയിലുള്ള അടി. നമുക്ക് കണ്ണ് കാണാൻ നല്ല രസമാണ്. അങ്ങനെ കൈയും കാലൊക്കെ ഓടിച്ചിട്ട് അവന്മാരെ ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ടങ്ങ് പോകും. ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ടങ്ങ് പോകുമ്പോൾ ഒരു ലേഡി ഡോക്ടറിനെ ആയിട്ട് കമ്പനിയാവും. അപ്പോൾ ലേഡി ഡോക്ടർ പറയും, ഞാൻ ഇപ്പം ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങാതിരിക്കുകയായിരുന്നു, അപ്പോഴാണ് നീ യുവമാരെ വിളിച്ചുകൊണ്ട് വന്നത്, നിനക്ക് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അവൻ പറയും സോറിയൊക്കെ പറയും, ഒരു അത്യാവശ്യം പോയി അടി കിട്ടിയില്ലെങ്കിൽ അവന്മാർ നന്നാവില്ല, അതാണ് അടിച്ചതെന്നൊക്കെ പറയും. എന്നിട്ടാണെങ്കിൽ അപ്പോൾ അവൾ പറയും നിങ്ങളുടെ വയറ്റിൽ ബ്ലീഡിങ് ഉണ്ടല്ലോ എന്ന് പറയും. നോക്കിയപ്പോഴേക്കും മറ്റേ കത്തിയിട്ട് കുത്തിയൻ്റെ അവിടെ ബ്ലീഡിങ്. അപ്പോൾ അവൻ പറയും അത് കുഴപ്പമില്ലെന്ന് പറയും. കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ തച്ച് തരാമെന്ന് പറയും. അപ്പോൾ തക്കിയൊന്നും വേണ്ടെന്ന് പറയും. പിന്നെ ആണെങ്കിൽ അവളാണെങ്കിൽ ഒട്ടിച്ചൊക്കെ വിടും, മറ്റേ ബാൻഡേജൊക്കെ വെച്ച് ഒട്ടിച്ചങ്ങ് വിടും. എന്നിട്ട് ആൻറ്റിബയോട്ടിക്സൊക്കെ കൊടുത്തു വിടും. അങ്ങനെ ഒരു കമ്പനിയായിട്ട് അങ്ങ് പിരിയും. ഇവൻ നേരെ റോഡ് ഹൗസിലോട്ട് വരും. സംഭവം എന്ന് പറഞ്ഞാൽ ഈ വില്ലന്മാരെ ഇറക്കിയത് വേറൊരുത്തനാണ്. അവനെ ഇതിൻ്റെ ഒരു ആവശ്യമുണ്ട് ഇവന്മാരെയൊക്കെ ഇറക്കേണ്ട. ഇതിലൊരു മെയിൻ ഒരുത്തം ഉണ്ടായിരുന്നു, അവൻ ഇപ്പം ജയിലിലാണ്. അവനാണെങ്കിൽ ഡ്രഗ് ഡീലിങ്ങും മറ്റേ കഞ്ചാവിൻ്റെയൊക്കെ പരിപാടിയാണ്. അങ്ങനെ പോലീസുകാരെല്ലാം കൂടെ പിടിച്ചെടുത്തിട്ട് അവനെ ഇപ്പോൾ ജയിലിലിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവൻ്റെ മോനാണ് ഇതൊക്കെ നോക്കി നടത്തുന്നത്. ഇപ്പം ഇവൻ്റെ മോനാണ് വിട്ടിരിക്കണത് ഇവന്മാരെയൊക്കെ ഈ റെസ്റ്റോറൻറ്റ് അടിച്ച് താർക്കാനായിട്ട്. കാരണം ഇവൻ ഈ റെസ്റ്റോറൻറ്റൊക്കെ ചുളി വിലയ്ക്ക് വാങ്ങണം, റെസ്റ്റോറൻറ്റ് വാങ്ങണം, അവിടെ ഇരിക്കുന്ന ലൈബ്രറി വാങ്ങണം, ഒരു ഷോപ്പിംഗ് മോൾ എന്താണ്ടൊക്കെ പണിയാനായിട്ടുള്ള പരിപാടി, ഹോട്ടൽ എങ്ങാണ്ട പണിയാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇവൻ കിടന്ന് തിളയ്ക്കുന്നത്. പിന്നെ ഇവനാണെങ്കിൽ ഒന്നത് കടത്തിന്മേൽ കടത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ഈ പോലീസ് കേസൊക്കെ ആയിട്ട് അവൻ്റെ തന്തപ്പൊടിയിൽ അവൻ്റെ ഒന്നാമത് കാശില്ല. അപ്പോൾ ഇവനെ എങ്ങനെയെങ്കിലുമൊക്കെ ഇതൊക്കെ വാങ്ങിച്ച് ഇത് സെറ്റപ്പ് ചെയ്തിട്ട് വേണം ഒന്നുകൂടെ ഒന്ന് റിച്ച് ആവാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യുവന്മാരൊക്കെ അടിച്ച് ഹോസ്പിറ്റലായെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവന് മനസ്സിലായി വന്നിരിക്കണം ചില്ലറക്കാരനൊന്നും അല്ലെന്ന് മനസ്സിലായി. അങ്ങനെ ഇവൻ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഇവനെ ഒതുക്കാനുള്ള പരിപാടി ഇവ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇതിനിടയ്ക്ക് ഇവൻ്റെ ജയിലിൽ കിടക്കുന്ന തന്തപ്പൊടി മനസ്സിലാക്കും ഒരുത്തനെ ഇറക്കിയിട്ടുണ്ടെന്ന്, റെസ്റ്റോറൻറ്റുകാരന് മറ്റേ പബ്ബിലുള്ളവന്മാരെ ഇറക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ജയിലിൽ കിടക്കുന്ന തന്തപ്പൊടി വേറെ ഒരുത്തനെ ഇറക്കും. ഒരു പ്രാന്ത് എന്ന് പറഞ്ഞാൽ കട്ടപ്രാന്തായി. അവനാണെങ്കിൽ എവിടെ പോകണം അവിടെ കത്തിച്ചിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ അവനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇതാണ് എന്ന് പറഞ്ഞാൽ നായകനെന്ന് പറഞ്ഞാൽ നല്ല കാമായിട്ട് നിൽക്കുന്ന ഒരുത്തായി. ഇവനെ കാണണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈപ്പറായിട്ട് ക്രൈസി ആയിട്ടുള്ള ഒരുത്തനാണ്. ഫസ്റ്റ് കാണിക്കണ ഒരു സീന് ഞാൻ ഈ പറയുകയാണെങ്കിൽ എൻ്റെ ചാനൽ വരെ യൂട്യൂബ് വരെ പൂട്ടിക്കുക, അത്രയ്ക്ക് അഡൽട്ട് കണ്ടൻ്റ് ഉണ്ട് ഇവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വില്ലനെക്കുറിച്ച് പറയുകയാണെങ്കിൽ. അങ്ങനെ വില്ലനാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങിയിട്ടാണെങ്കിൽ അവൻ കാറൊക്കെ എടുത്ത് ഓട്ടിച്ചുകൊണ്ട് അങ്ങ് വരും. അവനെ കാണുമ്പോൾ തന്നെ അവിടെ കത്തിച്ചിട്ടിട്ട് വരണൊരു ഇതാണ്, അവിടെ മൊത്തം കത്തിച്ചിട്ടിട്ടാണ് വരുന്നത്, അത് അങ്ങനെയാണ് കാണിക്കുന്നത്. അങ്ങനെ ഇവനാണെങ്കിൽ കാറൊക്കെ ഓട്ടിച്ചുകൊണ്ട് നേരെ ഇങ്ങനെ വന്നിട്ട് മറ്റേ വില്ലന്മാരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ അവിടെ അങ്ങ് കയറും. ഇപ്പോൾ ഇവനാണെങ്കിൽ എവിടെ പോയാലും കാർ ഇടിച്ചേ നിർത്തത്തുള്ളൂ, ഇവൻ്റെ ഒരു ശീലമാണെന്ന് തോന്നുന്നു. അങ്ങനെ വണ്ടി ബൈക്കിലൊക്കെയാണ് ഇടിച്ച് നിർത്തുന്നത്. അപ്പോൾ അവന്മാരൊക്കെ വന്നിട്ട് ചോദിക്കും ആടാ അതെന്ന് ചോദിക്കും. അങ്ങനെ ഇവൻ അങ്ങനെ ഇറങ്ങി വരിക. അപ്പോൾ ഇവൻ വന്നിട്ട് പറയും നീയൊക്കെ ആടാ ചോദിക്കാനെന്ന് ചോദിക്കും. അപ്പോൾ അവന്മാരാണെങ്കിൽ മുട ഇറക്കണമെന്ന് പറഞ്ഞിട്ട് ഇവനെ അടുത്ത് അടിക്കാൻ വേണ്ടി പോകും. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ അടിക്കാൻ വേണ്ടി പോയവന്മാരൊക്കെ ഈ ഐസൊക്കെ തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് കാണിക്കുന്നത്. അപ്പോഴേക്കും മറ്റേ ജയിലിൽ കിടക്കണവൻ്റെ മോൻ ഇങ്ങനെ വരുമ്പോഴേക്കും അവന് മനസ്സിലാവും തന്തപ്പൊടി വിട്ട ഭ്രാന്തനാണെന്ന് മനസ്സിലാവും. അവൻ പറയും നിങ്ങളിപ്പം കളത്തിലിറങ്ങണ്ട, ഞാനാണെങ്കിൽ ഇത് നൈസായിട്ട് ഡീൽ ചെയ്യാൻ നോക്കുകയാണെന്ന് പറയും. അപ്പം ഇവൻ പറയും നിങ്ങൾ നൈസായിട്ട് ഡീൽ ചെയ്യാൻ നോക്കിക്കോ, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിയാൽ കത്തിച്ചിട്ടൊക്കെ വരത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ ഇവൻ്റെ അടുത്ത് പറയും നിങ്ങൾ വിശ്രമിച്ചോ, ഞാൻ വേറെ വഴി നോക്കണുണ്ടെന്നൊക്കെ പറയും. ഇതിനിടയ്ക്കാണെങ്കിൽ ഈ അടി കൊണ്ട കുറേ പേരുണ്ടല്ലോ, അതിൽ ഒരുത്തനാണെങ്കിൽ ഈ അവൻ്റെ അടുത്ത് പോകും, ഡാൾട്ടൻ്റെ അടുത്ത് പോകും, ഡാൾട്ടൻ്റെ ബോട്ടിലോട്ട് പോകും.
ബോട്ടിലോട്ട് പോയിട്ട് അവനെ കൊല്ലാനുള്ള പരിപാടി കണ്ടെന്ന് നോക്കും. അപ്പോഴാണെങ്കിൽ ഡാൾട്ടനാണെങ്കിൽ അവനെ അടിച്ചെടുത്ത് അങ്ങ് പുഴയിലോട്ട് അങ്ങ് എടുത്തിടും. അപ്പോൾ അവൻ ചോദിക്കും, നീ എന്തിനാടെ എന്നെ കൊല്ലാൻ പോകണമെന്ന് ചോദിക്കും. അപ്പം ഡാൾട്ടൻ പറയും, ഞാൻ എന്തിനാണ് നിന്നെ കൊല്ലുന്നത്, ഇവിടെ ഉള്ള മറ്റേ മുതല നിന്നെ കൊന്നോളൂ എന്ന് പറയും. അപ്പോഴേക്ക് ആ മുതല വന്ന് ഇവനെ കടിച്ചെടുത്തിട്ട് അങ്ങ് പോകും. പിന്നെ കാണിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ മൊത്തം ഈ പോലീസും ബഹളങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ പോലീസുകാരന്മാർ വന്നിട്ടാണെങ്കിൽ ഡാൾട്ടൻ ചോദിക്കും, എന്തിനാണ് സംഭവം നടന്നതെന്ന് ചോദിക്കും. അപ്പം ഡാൾട്ടൻ പറയും, അവനെ ഒരുത്തൻ കയറി അടിക്കാനൊക്കെ വന്ന് അവൻ എന്തിനാ മോട്ടിക്കാൻ വന്നെന്ന് തോന്നണേ, അങ്ങനെ അടിയും പിടിയും വലിയൊക്കെ ആയെന്ന് പറയുന്നത്. പിന്നെ അവൻ എന്നെ കണ്ടിട്ട് ചാടി അങ്ങ് മറ്റേ അവിടെ പുഴയിലോട്ടെടുത്ത് ചാടി മുതല പിടിച്ചുകൊണ്ട് പോയെന്നൊക്കെ പറയും. അപ്പോൾ പോലീസുകാരന്മാരാണെങ്കിൽ അതും കേട്ടിട്ട് അങ്ങോട്ട് പോകും. പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് 2 പോലീസുകാരന്മാർ വരും. പോലീസുകാരന്മാർ വന്നിട്ട് ഡാൾട്ടൻ്റെ അടുത്ത് പറയും, ഡേയ് വാടേ നമുക്കൊരു എൻക്വയറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ടങ്ങ് പോകും. നേരെ പോകണമെന്ന് പറഞ്ഞാൽ ഒരു പോലീസ് മേധാവിയുടെ അടുത്താണ്, ഷെരീഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാളെ പദവിയാണ് ഈ ഷെരീഫ്, അവിടുത്തെ ചീഫ് പോലീസ് ഓഫീസർ. അപ്പോൾ അയാളാണെങ്കിൽ ഇവരെ കാണുമ്പോഴാണെങ്കിൽ എടേ നീ പുറത്തിറങ്ങി വാടേ എന്ന് പറയും. ഡാൾട്ടൻ ഇങ്ങനെ പുറത്തിറങ്ങി പോകുമ്പോഴേക്കും അവനാണെങ്കിൽ ആ ഷെരീഫാണെങ്കിൽ ഡാൾട്ടൻ്റെ അടുത്ത് ചോദിക്കും, എടാ കള്ളക്കാവടി, നീ വലിയ ഗുണ്ടയാണ് അല്ലടാന്ന് പറഞ്ഞിട്ട് തോക്കെടുക്കും. ഇനി നിൻ്റെ ഗുണ്ടത്തരമൊന്നും ഇവിടെ നടക്കൂലെന്ന് പറഞ്ഞിട്ട് അവനെ വെടിവെച്ച് കൊല്ലാനായിട്ട് പോകും. അപ്പോഴേക്കും ഒരു കാറ് സ്പീഡിൽ ഓടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു പെണ്ണുമ്പിള്ള ചാടി അങ്ങ് ഇറങ്ങും. അത് വേറെ ആരുമല്ല, മറ്റേ ആശുപത്രിയിലുള്ള ഇവൻ്റെ കമ്പനി ലേഡി ഡോക്ടർ. അവളാണെങ്കിൽ നേരെ ഓടി വന്ന് ഈ പോലീസ് ഓഫീസറിൻ്റെ കവാലം വിളക്ക് ഒരെണ്ണം കൊടുക്കും. സംഭവം എന്ന് പറഞ്ഞാൽ ഇവളെ തന്തപ്പൊടിയായിരുന്നു ആ പോലീസ് ഓഫീസർ. അങ്ങേരാണെങ്കിൽ ഒരു കാലത്തും നന്നാവത്തില്ല, എപ്പോഴും ആ ഡ്രഗ് ഡീലറിൻ്റെ കൂടെ നടക്കത്തുള്ളൂ. എന്നിട്ടാണെങ്കിൽ അവളാണെങ്കിൽ ഇവനെ വിളിച്ചിട്ട് അങ്ങ് പോകും. സംഭവം എന്ന് പറഞ്ഞാൽ മറ്റേ ജയിലിൽ കിടക്കണ മറ്റേ ഡ്രഗ് ഡീലറിൻ്റെ മോനുണ്ടല്ലോ, അവൻ എങ്ങനെയാണെങ്കിൽ ഇവനെ നൈസായിട്ട് അങ്ങ് മറ്റേ പോലീസ് ഓഫീസറിനെ വെച്ച് അങ്ങ് തീക്കാൻ നോക്കിയതാണ്. പക്ഷെ നടന്നില്ല. അപ്പോൾ ഇതൊക്കെ ആകുമ്പോഴേക്കും മറ്റേ വേണ്ടല്ലോ, മറ്റേ പ്രാന്തം വില്ലൻ, അവൻ പറയും ഞാൻ കളത്തിലിറങ്ങാൻ സമയമായെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങ് ഇറങ്ങും. അവൻ ഒരു കമ്പിപ്പാരോ എടുത്തുകൊണ്ട് അങ്ങ് ഇറങ്ങും. അപ്പോൾ അവൻ്റെ കൂടെ മറ്റവന്മാരെയും കൂടെ കൂട്ടും. എന്നിട്ട് ഇവർ നേരെ മറ്റേ റോഡ് ഹൗസ് മറ്റേ പബ്ബിലോട്ടങ്ങ് കയറി ചെന്നിട്ട് അവിടെ മൊത്തം അടിച്ച് നശിപ്പിച്ച് നാശകൊല്ലിയാക്കും. അങ്ങനെ ആയിരിക്കുമ്പോൾ അവിടെ മറ്റേ ഇവൻ ട്രെയിൻ ചെയ്യിപ്പിച്ച ആളുകളുണ്ടല്ലോ, അവന്മാരൊക്കെ അടി കൂടാനൊക്കെ കൂടും. പക്ഷെ അവനെയൊക്കെ കിണ്ടിയെടുത്ത് ദൂരെ കളയും. പിന്നെ നമ്മുടെ ഡാൾട്ടൻ തന്നെ ഇറങ്ങും അടി വയ്ക്കാനായിട്ട്. അടി എന്ന് പറഞ്ഞാൽ പൂര അടി, ഒരു രക്ഷയില്ല. പക്ഷെ ഇവൻ പ്രാന്ത് പിടിച്ച അടിയാണ് വില്ലേ. ഈ ഡാൾട്ടനാണെന്ന് പറഞ്ഞാൽ നല്ല ക്ലാസ് അടി. അവസാനം ഒരു രക്ഷയില്ല, അടിച്ച് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്കിന് കൊടുക്കും. പിന്നെ നമുക്ക് തോന്നുന്നു മറ്റേ വില്ലൻ തന്നെ മുന്നിട്ട് നിൽക്കണമെന്ന്. വില്ലൻ ഒരു രക്ഷയില്ല, മാരകം ഹെവി ഐറ്റം തന്നെ. ഇടിച്ചു അവനെ ഒരു പരുവാക്കും, ഇഞ്ച പരുവാക്കും. അവസാനം ഡാൾട്ടനെ ഇടിച്ച് പുറത്താക്കും. എന്നിട്ട് ഡാൾട്ടൻ്റെ അടുത്ത് പറയും, എടാ നീ നാട് വിട്ടു പോ, അതാണ് നിനക്ക് നല്ലതെന്ന് പറയും. അങ്ങനെ ഡാൾട്ടനാണെങ്കിൽ എന്താണെന്ന് അറിഞ്ഞൂടെ, ഇവൻ്റെ ഈ സാരോപദേശം കേട്ടിട്ട് ഡാൾട്ടനാണെങ്കിൽ പെട്ടിയും കിടക്കൊക്കെ പാക്ക് ചെയ്തിട്ട് അവനാണെങ്കിൽ നാട് വിട്ടു പോകാനായിട്ട് ഇറങ്ങും. എന്നിട്ട് അവനാണെങ്കിൽ ഇങ്ങനെ പോണ വഴിയിലാണെങ്കിൽ ഈ ലൈബ്രറിയിൽ അവിടെ നിന്ന് കയറും. സംഭവം എന്ന് പറഞ്ഞാൽ നേരത്തെ രണ്ടാവന്മാർ വന്നിട്ട് ലൈബ്രറി കത്തിച്ചിട്ട് പോയതേ ഉള്ളൂ. അങ്ങനെ ഈ ലൈബ്രറിയിലുള്ള എൻ്റെ തന്തപ്പടീനെയും മോളെ ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഇവന് ഭയങ്കര ഹെവി ആയിട്ട് വിഷമം തോന്നും. കാരണം എന്ന് പറഞ്ഞാൽ ഇവൻ ഇച്ചിരി ഒന്ന് അടുപ്പമായിട്ട് ഇച്ചിരി ഒന്ന് സ്നേഹിക്കുന്ന കുറച്ച് ആളുകളാണ്. അവരെ ഇവന്മാർ ഉപദ്രവിച്ചെന്ന് പറഞ്ഞപ്പോഴേക്കും ഇവന് ഭയങ്കര ദേഷ്യം കയറി. എങ്കിൽ പിന്നെ കണ്ടിട്ട് തന്നെ ബാക്കി കാര്യമൊന്നും ഇവന്ന് വിചാരിക്കും. ഡോക്ടറാണെങ്കിൽ നേരെ പോകണമെന്ന് പറഞ്ഞാൽ മറ്റേ വില്ലന്മാരെ താവളത്തിലോട്ടാണ്. താവളത്തിലോട്ട് പോകുമ്പോൾ തന്നെ ഒരുത്തനെ കൈ കിട്ടുമ്പോൾ അവനെ ഇടിച്ച് ഇഞ്ച പരിവാക്കി അങ്ങ് കൊന്നിട്ട് വേറൊരുത്തനെ ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും അവൻ പറയും, അണ്ണാ എന്നെ ഒന്നും ചെയ്യല്ലേ അണ്ണാ, എനിക്ക് യുവമാരൊട്ട് വലിയ പരിചയമൊന്നുമില്ല അണ്ണാ, ഞാൻ യുവമാരൊട്ട് വലിയ കമ്പനിയൊന്നുമില്ല, അഴുക്കക്കൂട്ടങ്ങളാണെന്നൊക്കെ പറയും. അപ്പം ഡാൾട്ടൻ പറയും, ഇടേ വേല കയ്യിലിരിക്കിട്ട് കാര്യം പറയുമെന്ന് പറയും. ഇവന്മാർ അടുത്ത പ്ലാൻ എന്തിട്ടെന്ന് ചോദിക്കും. ഞാൻ ഒളിഞ്ഞെണ്ണ് കേട്ടൊരു പ്ലാൻ ഉണ്ട്, വേണമെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് ഇവൻ പറയും, ഇനിയിപ്പം കുറച്ച് ഹവാല പണം ഇവിടെ ഒഴുകി എത്താനുണ്ട്, ആ പണം കിട്ടിയിട്ട് വേണം ഇവർക്ക് ഇനി ബിൽഡിങ്ങൊക്കെ കെട്ടിപ്പൊക്കാനായിട്ട്, അതിന് വേണ്ടിയാണ് ഇവർ ലൈബ്രറിയൊക്കെ കത്തിച്ചതെന്ന് പറയും. അപ്പോൾ എവിടെ വരും, എങ്ങനെ വരും എന്നൊക്കെ ഇവൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും. ഡോൾട്ടറാണെങ്കിൽ നേരെ പോയിട്ട് ആ ഹവാല പണം നൈസായിട്ട് അങ്ങ് കയ്യിലാക്കും. എന്നിട്ടാണെങ്കിൽ ഹവാല പണത്തിനെ ഒരു ബോട്ടിൻ്റെ അകത്ത് കയറ്റിയിട്ട് ബോട്ടങ്ങ് ഓൺ ചെയ്തിട്ട് അങ്ങ് വിദൂരതയിലോട്ടങ്ങ് പറഞ്ഞ് ടാറ്റയും കൊടുത്തങ്ങ് വിടും. എന്നിട്ട് ഡാൾട്ടനാണെങ്കിൽ നേരെ തൻ്റെ പതിവ് സ്ഥലത്തിലോട്ടങ്ങ് പോകും, റോഡ് ഹൗസിലോട്ട് പോയിട്ട് ആ ബോട്ടിൽ കയറിയിരിക്കുക. അപ്പോഴാണെങ്കിൽ ഷെരീഫാണെങ്കിൽ കയറി വരും, മറ്റേ തന്തപ്പടി ഷെരീഫ്. എന്നിട്ട് അങ്ങേര് കയറി വന്നിട്ട് ഡാൾട്ടൻ്റെ അടുത്ത് പറയും, എടാ അലവില്ലാതെ കാവറക്കി, നീ ചെയ്ത് കാരണം ഇപ്പോൾ എനിക്കാണ് പണി കിട്ടിയിരിക്കണമെന്ന് പറയും. അപ്പം ഡാൾട്ടൻ്റെ അടുത്ത് പറയും, എൻ്റെ മോൾ അവർ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയടാ മഹാഭാവി എന്ന് പറയും. അപ്പം ഡാൾട്ടൻ പറയും, ഞാൻ അതിനെന്തിന് ചെയ്തെന്ന് ചോദിക്കും. അപ്പം നീ അല്ലടാ അവന്മാരെ ഹവാല പണം അടിച്ചെടുത്തുകൊണ്ട് പോയത്, അപ്പോൾ അതിന് നിങ്ങളെ മോളെ എന്തിന് കിഡ്നാപ്പ് ചെയ്യണം, അവൾ നിൻ്റെ കാമുകിയാണെന്നാണ് അവന്മാരെ വിചാരം. അത് പിന്നെ വിചാരമല്ല, അത് ഉള്ളതാണ് അണ്ണ എന്ന് അവൻ മനസ്സിൽ വിചാരിക്കും. അപ്പം ആ ഷെരീഫ് പറയും, അതുകൊണ്ടാണ് അവന്മാരൊക്കെ കൂടെ ചേർന്ന് എൻ്റെ മോളെ പിടിച്ചുകൊണ്ട് പോയെന്ന് പറയും. അപ്പം ഡാൾട്ടൻ ചോദിക്കുക, ഇപ്പോൾ അവൾ എവിടെ ഉണ്ടെന്ന് ചോദിക്കും. അപ്പം ഷെരീഫ് പറയും, മറ്റേ അവിടെ കടലിൻ്റെ നടുക്കൊരു യാർട്ട് ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്, വലിയ ബോട്ട്, അതിൻ്റെ അകത്ത് ഉണ്ടെന്ന് പറയും. അപ്പം നീ അവിടെ പോയി അവളെ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറയും, പണമായിട്ട് പോകണമെന്ന് പറയും. അപ്പം ഡാൾട്ടൻ ശരിയെന്ന് പറയും. എന്നിട്ടാണെങ്കിൽ ഡാൾട്ടനാണെങ്കിൽ ഒരു ബോട്ട് തട്ടിക്കൂട്ടും.
അത് ഇവളെ തന്നെ ബോട്ടാണ്, ഈ പെണ്ണുമ്പിള്ളേരെ മറ്റേ ലേഡി ഡോക്ടറിൻ്റെ. അപ്പോൾ അത് കയ്യിൽ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വേറൊരു പോലീസ് ഓഫീസറാണ്. അങ്ങേര് പറയും നിങ്ങൾ ഇത് സ്ക്രാച്ചൊന്നും ഉണ്ടാവാതെ തിരിച്ച് കൊണ്ടുവരണമെന്ന് പറയാം. അപ്പോൾ അവൻ പറയും കടലിലൂടെ ഓട്ടിക്കുന്ന ബോട്ടിൽ എന്തൊരു സ്ക്രാച്ച് വരാമെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ബോട്ട് എടുത്തുകൊണ്ട് പോകും. ഇവൻ ബോട്ടിൻ്റെ അകത്താണെങ്കിൽ കുറച്ച് ഡൈനാമൈറ്റും കുറേ വെടിമരുന്നൊക്കെ കയറ്റിക്കൊണ്ടാണ് പോണത്. എന്നിട്ട് നേരെ ആണെങ്കിൽ മറ്റേ യാർട്ടുണ്ടല്ലോ, കടലിൻ്റെ നടുക്ക് ഒരു യാർട്ട് വെച്ചിട്ടുണ്ട്, നിർത്തിയിട്ടിട്ടുണ്ട്. അവിടെ അതിൻ്റെ അകത്ത് കയറിപ്പോകും. അതിൻ്റെ അകത്ത് കയറി പോകുമ്പോൾ ദാണ്ട മറ്റേ ഷെരീഫൊക്കെ അതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നത്. ഷെരീഫും മറ്റേ വില്ലനൊക്കെ ഉണ്ട്. മറ്റേ ജയിലിൽ കിടക്കണ മറ്റേ ഡ്രഗ് ഡീലറിൻ്റെ മോനെ അവനൊക്കെ ഇരിക്കണം. അപ്പോഴാണെങ്കിൽ ഇവനാണെങ്കിൽ ചോദിക്കും, നിങ്ങളെന്തിന് ഇവൻ്റെ ഇവിടെ കയറിയിരിക്കണമെന്ന് ചോദിക്കും. നിങ്ങളെ മോളെയല്ലേ അവൻ തട്ടിക്കൊണ്ട് പോയെന്ന് ചോദിക്കുക, ഡാൾട്ടൻ ചോദിക്കുക. അപ്പോൾ ഷെരീഫ് പറയും, അത് എൻ്റെ മോളെ ആരും തട്ടിക്കൊണ്ടൊന്നും പോയിട്ടില്ല, നിന്നെ ഇവിടെ പണമായിട്ട് വരുത്താൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞല്ലേ എന്ന് പറയും. അപ്പം മറ്റേ വില്ലൻ പറയും, ആര് പറഞ്ഞു കള്ളം പറഞ്ഞെന്ന്, എനിക്കെൻ്റെ കാശാണ് വലുത്, ഞാൻ അതുകൊണ്ട് അവളെ റിയലായിട്ട് തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്, അവൾ ഈ ബോട്ടിൻ്റെ അകത്തുണ്ടെന്ന് പറയും. അപ്പോൾ ഡാൾട്ടൻ പറയും, അടിപൊളിയായിട്ടോട്ടെന്ന് പറയും, നല്ല തന്തപ്പൊടി എന്ന് പറയും. അപ്പോൾ അങ്ങേരാണെങ്കിൽ, എടാ കള്ള കാവടി, എൻ്റെ മോളെ തട്ടിക്കൊണ്ട് വന്നല്ലാണെന്ന് ചോദിച്ചിട്ട് അവൻ്റെ കോളറിൽ കയറി അങ്ങ് പിടിക്കും. അപ്പോഴാണെങ്കിൽ അവൻ പറയും, എനിക്കെൻ്റെ കാശാണ് വലുത്, നിങ്ങളെ മോളൊന്നുമല്ല, മര്യാദയ്ക്ക് കാശ് വെച്ചിട്ട് നിങ്ങളെ മോളെ കൊണ്ടുപോകാമെന്ന് പറയും. അപ്പോൾ ഡാൾട്ടൻ പറയും, നിങ്ങളുടെ കാശ് ഞാൻ ഇപ്പം തന്നെ തരാമെന്ന് പറഞ്ഞിട്ട് ഒരു കീ ചെയിൻ എടുത്തിട്ട് 2 പിതുക്കും. അപ്പം ഒന്നും സംഭവിക്കില്ല. അപ്പം ഡാൾട്ടൻ ആണെങ്കിൽ പുറത്തോട്ട് നോക്കിയിട്ട് മറ്റേ ബോട്ടുണ്ടല്ലോ, ആ ബോട്ടിൻ്റെ അകത്ത് ഡൈനാമൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ നോക്കിയിട്ട് ഒരു 2 പിതുക്കും. അപ്പോഴേക്കും അവൻ കൊണ്ടുവന്ന ബോട്ടാണെങ്കിൽ പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറിച്ച കൂട്ടത്തിൽ ഇവന്മാരൊക്കെ വന്ന് വീഴും, എല്ലാം വന്ന് വീഴും, തറയിൽ വീഴും. ഈ ഗാർഡും മറ്റവന്മാരും എല്ലാം തറയെന്ന് പറഞ്ഞാൽ മറ്റേ ബോട്ടിൻ്റെ അകത്ത് വീഴും. ബോട്ടൊക്കെ കിടന്ന് കുലുങ്ങും, ബോട്ടിൻ്റെ ഒരു ഭാഗത്തൂടെയൊക്കെ പൊട്ടി അതിൻ്റെ അകത്ത് ലീക്കായിട്ട് വെള്ളമൊക്കെ കയറും. അന്നേരമാണെങ്കിൽ ഇവൾ കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ ഈ ബോട്ടിൻ്റെ അകത്ത്, അവിടെയും വെള്ളം കയറും. അന്നേരം ഇവളാണെങ്കിൽ ചില്ലൊക്കെ പൊട്ടിച്ച് പുറത്ത് കളയാനായിട്ടൊക്കെ നോക്കും. അപ്പം ഡാൾട്ടനാണെങ്കിൽ വന്ന് ഇവൾ രക്ഷിക്കാനായിട്ട് നോക്കും. അതേസമയം അവിടെ മൊത്തം വെള്ളം കയറും. എന്നിട്ട് അപ്പോഴേക്കും ഇവൾ ചില്ലൊക്കെ പൊട്ടിച്ച് പുറത്ത് ചാടും. അങ്ങനെ ഡാൾട്ടനൊക്കെ പുറത്ത് ചാടും. ഇതിനിടയ്ക്ക് മറ്റേ പ്രാന്തം വില്ല ഉണ്ടല്ലോ, അവനാണെങ്കിൽ ഒരു കാര്യമില്ലാതെ വേറൊരു ബോട്ട് എടുത്തിട്ടാണെങ്കിൽ അങ്ങോട്ട് വരും. എന്നിട്ടാണെങ്കിൽ ആ ബോട്ട് വെച്ചിട്ട് ഡാൾട്ടനെ ഇടിച്ച് കൊല്ലാനായിട്ട് നോക്കും. പിന്നെ കടലിൽ നടക്കണമെന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ ബോട്ട് ചേസിങ് ഒക്കെയാണ്. ഡാൾട്ടനാണെങ്കിൽ ആ പ്രാന്തം വില്ലനെ ബോട്ടിൽ നിന്നൊക്കെ വലിച്ച് താഴെ തള്ളിയിടും. ഇതിനിടയ്ക്കാണെങ്കിൽ മറ്റേ ഉണ്ടല്ലോ, മറ്റേ ജയിലിൻ്റെ അകത്ത് കിടക്കണം അവൻ്റെ മോൻ, അവനാണെങ്കിൽ മറ്റേ ആ ലേഡി ഡോക്ടറിനെയും ഒരു ബോട്ടിൽ വിളിച്ച് കയറ്റിയിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കും. അപ്പോഴേക്കും ഡാൾട്ട് ആ ബോട്ടിൽ കയറിയിട്ട് അവനെ എടുത്തിട്ട് അടിക്കും. അങ്ങനെ ഈ ബോട്ടെല്ലാം കൂടെ പോയി റോഡ് ഹൗസിൽ ഇടിച്ച് കയറിയിട്ട് ഇവനാണെങ്കിൽ തെറിച്ച് നിന്നും ഒരു മണ്ടയിലൊന്ന് വീഴും ആ മറ്റേ വില്ലൻ. അതിനിടയ്ക്കാണെങ്കിൽ ഇവർ രണ്ടും ഇതിൻ്റെ അകത്തോട്ട് വന്ന് വീഴും. അപ്പോഴേക്കും ഡാൾട്ടനാണെങ്കിൽ അവനെ എടുത്തിട്ട് ഇടിച്ച് ഇഞ്ചപ്പരുവായിരിക്കും. ആ സമയമാണെങ്കിൽ മറ്റേ പ്രാന്തം വില്ല ഉണ്ടല്ലോ, അവനാണെങ്കിൽ അവിടെയാണെങ്കിൽ പുഴയെ കടന്ന് നീന്തിയിട്ടാണെങ്കിൽ പുഴയിലൊരു പാലമുണ്ട്, ആ പാലത്തിൽ പിടിച്ചങ്ങ് കയറും. അങ്ങനെ പാലത്തിലുള്ള റോഡിലെത്തും. എന്നിട്ടൊരു വണ്ടി വരുമ്പോൾ അതിനെ കൈ കാണിച്ച് നിർത്തിയിട്ടാണെങ്കിൽ അതിലുള്ള ഡ്രൈവറിനെ ഇടിച്ച് ദൂരെ കളഞ്ഞിട്ട് അവനാണെങ്കിൽ ഓട്ടിച്ചുകൊണ്ട് റോഡ് ഹൗസിലോട്ട് പോകും. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, ഇവൻ ഇതെങ്ങനെ ത്രികാലജ്ഞാനം വല്ലതും ഉണ്ടോ, ഇവർ നേരെ റോഡ് ഹൗസിലാണ് പോയതെന്ന് അറിയാനായിട്ട്. എന്നിട്ടാണെങ്കിൽ ഇവനാണെങ്കിൽ നേരെ ചെന്ന് റോഡ് ഹൗസിൽ വണ്ടി അങ്ങ് ഇടിച്ച് കയറ്റി നേരെ ഡാൾട്ടൻ്റെ നെഞ്ചത്തോടെ ഇടിച്ച് കയറ്റും. ഡാൾട്ടനാണെങ്കിൽ തെറിച്ച് നിന്ന് വീഴും. ഇതിനിടയ്ക്കാണെങ്കിൽ മറ്റേ മെയിൻ വില്ലൻ്റെ മോൻ ഉണ്ടല്ലോ ജയിലിൻ്റെ അകത്ത് കിടക്കണം, അവൻ്റെ മോനാണെങ്കിൽ എണീറ്റ് വരും. എന്നിട്ടാണെങ്കിൽ അവൻ്റെ അടുത്ത് എന്തിനോ ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ആ പ്രാന്തം വില്ലനാണെങ്കിൽ ഇവനെ കൊന്നിട്ട് പറയും, നിന്നെയാണ് ആദ്യം കൊല്ലേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് അവനെ അങ്ങ് കൊല്ലുന്നത്. എന്നിട്ട് ഇയാളാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, മറ്റേ ഡാൾട്ടനെ എടുത്തിട്ടിടിക്കും, ഡാൾട്ടനെ തിരിച്ചെടുത്തിട്ടിടിക്കും. പൊരിഞ്ഞാടി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അടി. അതിലെ പ്രാന്തം വില്ലനാണ് അങ്ങ് ജാങ്കായിട്ട് അങ്ങ് മുന്നിട്ട് നിൽക്കുന്നത്, അങ്ങ് അടി ഹൈപ്പറായിട്ടാണ് അടിക്കുന്നത്. മറ്റവനാണെങ്കിൽ ക്ലാസ് ആയിട്ടാണ് അടിക്കുന്നത് ഡാൾട്ടൻ. അവനെ അടിയുടെ അവസാനമാണെങ്കിൽ ആ പ്രാന്തം വില്ലനാണെങ്കിൽ ഒരു കമ്പ് ഒടിച്ച് ഈ ഡാൾട്ടൻ്റെ വയറ്റിൽ അങ്ങ് കുത്തും. എന്നിട്ട് വേറൊരു കമ്പ് ഒടിച്ചിട്ടാണെങ്കിൽ ഈ പിന്നെ ഡാൾട്ടനെ കുത്താൻ സമയത്താണെങ്കിൽ ഡാൾട്ടനാണെങ്കിൽ അതാണെങ്കിൽ കൈ വെച്ച് തടഞ്ഞിട്ട് കുത്തിയ കമ്പ് വലിച്ചൂരി അങ്ങ് ആ പ്രാന്തൻ്റെ കുത്തും. എന്നിട്ട് അവൻ്റെ കയ്യിലുള്ള കമ്പും കൂടെ പിടിച്ച് വാങ്ങിച്ചിട്ട് ആ വേറൊരു സ്ഥലത്ത് കുത്തുക. എന്നിട്ട് തുരുതുരാ കുത്തി അങ്ങനെ ഡാൾട്ടനാണെങ്കിൽ ക്ഷീണിച്ച് മറിഞ്ഞ് കിടക്കുക. പിന്നെ ആണെങ്കിൽ മറ്റേ ഷെരീഫ് പോലീസൊക്കെ വരും. എന്നിട്ട് ഡാൾട്ടൻ്റെ അടുത്ത് പറയും, നീ ഈ നാട്ടിൽ നിന്ന് പോകണതാണ് നല്ലത്, നിൻ്റെ പേരിൽ കേസൊന്നും ഇല്ലാതെ ഞാൻ ഒതുക്കി തീർക്കാമെന്ന് പറയും. പിന്നെ ഡാൾട്ടനും വിചാരിക്കും ഇവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് അവൻ പെട്ടിയും കിടക്കൊക്കെ എടുത്തിട്ട് അങ്ങ് ഇറങ്ങും. പോണ വഴിയിലാണെങ്കിൽ മറ്റേ അപ്പനെയും മോളെയും കാണും മറ്റേ ലൈബ്രറിയിലുള്ള. എന്നിട്ട് അവരുടെ അടുത്തൊക്കെ ടാറ്റ പറഞ്ഞ് ബസ്സിൻ്റെ അകത്ത് കയറിയിരിക്കും. അങ്ങനെ ഡാൾട്ടൻ അവിടെ നിന്ന് ഇങ്ങനെ യാത്ര തിരിക്കും. പിന്നെ കാണിക്കണമെന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിൻ്റെ അകത്ത് നഴ്സുമാരും ഡോക്ടർമാരൊക്കെ നിലവിളിയാണ്. സംഭവം എന്ന് പറഞ്ഞാൽ പ്രാന്തനാണെങ്കിൽ ചത്തിട്ടില്ലായിരുന്നു, അവനെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തായിരുന്നു. അവൻ അവിടെ നിന്ന് എണീച്ച് വരാനായിട്ടാണ് കാണിക്കുന്നത്. എന്നിട്ട് അപ്പം കഥയിലൊരു സെക്കൻഡ് പാർട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം എന്ന് പറഞ്ഞാൽ ഈ മറ്റേ ജയിലിൽ കിടക്കണം ഇപ്പോഴും കിടക്കണുണ്ട്, അവനൊന്നും പറ്റിയിട്ടില്ല, അവൻ്റെ മോനാണ് മരിച്ചത്. പിന്നെ ഈ പ്രാന്തം വില്ലനും ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ ഇനി അടുത്തൊരു പാർട്ട് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും.
അങ്ങനെ കഥയൊക്കെ ഏതാണ്ടൊക്കെ നല്ല രീതിയിലൊക്കെ പര്യവസാനിച്ച്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്തൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ചാനലിന് സബ്സ്ക്രിപ്ഷൻസും കുറവാണ്, വ്യൂവേഴ്സും കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വലിയ ഉപകാരമായിരുന്നു. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ, അടുത്ത വീഡിയോ കാണാം, ബൈ.